വളരെ റയറാണ്. കാരണം വെച്ചാൽ വളരെ പക്വത ഉണ്ടെങ്കിലേ OTC അവർ കഴിക്കാൻ അനുവദിക്കൂ. കാരണം അത് ഞാൻ വളരെ ചെറുപ്പത്തിലേ ഈ ഒരു സംഘടനയായി ബന്ധപ്പെട്ടത് കൊണ്ട് അനുവദിച്ച ഒരു കാര്യമാണത്. അപ്പോ സംഘത്തിന്റെ കാഴ്ചപ്പാടിൽ വളരെ മിടുക്കനായ ഒരു സംഘപ്രവർത്തകനായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. എന്നിട്ട് എപ്പോഴാണ് പ്രചാരകായത്? പ്രചാരക് എന്ന് പറഞ്ഞാൽ മുഴുസമയ RSS പ്രവർത്തകൻ. ഞാൻ പിന്നെ ഏകദേശം ഒരു 18 വയസ്സ് ആകുന്ന സമയത്ത് തന്നെ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ. അങ്ങനെ കേരളത്തിൽ ഒരു 10-200 പേരേ ഉള്ളൂ. വളരെ കുറച്ചാളേ ഉള്ളൂ. വളരെ കുറച്ച്. 10-200 പേര് എന്നാണ് സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതെ അതെ അതെ, വളരെ കുറച്ച്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഴുസമയ സംഘപ്രവർത്തകനായി മാറി. വേദഗണിതമായിരുന്നു സ്വന്തം ഏരിയ. അതെ അതെ, വേദഗണിതം എന്ന ഒരു വിഷയത്തെ അത് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഉള്ള മേഖലകൾ, അതായത് അവരുടെ സ്കൂളുകളിൽ പല പേരിലും നുഴഞ്ഞു കയറി അവിടെ കണക്ക് പഠിപ്പിച്ച് അവരെ വീഴ്ത്തുക എന്നുള്ളതാണ്. അപ്പൊ അവരെ ഒരു ഹിന്ദുത്വ ഒരു ലൈനിലേക്ക് അവിടുത്തെ കുട്ടികളെ കൊണ്ടുവരിക. അപ്പൊ ഈ പല പേരിലും നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞാൽ പല സംഘടനയുടെ പേരിലാണ് എന്ത് പറഞ്ഞാൽ ചെല്ലുന്ന ഒരു സ്കൂളിലേക്ക്. ഇപ്പൊ ചിലപ്പോൾ നമ്മളൊരു സ്പീഡ് മാത്സ് ട്രെയിനർ ആണെന്ന് പറയും. ഒരു സ്പീഡ് മാത്സിന്റെ ഒരു വളരെ റയറായ ഒരു എളുപ്പവഴിക്ക് കണക്ക് ചെയ്യാനുള്ള മാർഗം കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്ന് പറഞ്ഞ് ചെല്ലും. അപ്പൊ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കണക്ക് പറഞ്ഞിട്ട് അങ്ങ് വീഴ്ത്തും. എളുപ്പവഴിക്കുള്ള കണക്ക് പറഞ്ഞങ്ങ് വീഴ്ത്തും. പഠിച്ചത് MSc മാത്സ്. അതെ അതെ അതെ, അത് സംഘടന എടുത്തു തന്നതാണ്. അപ്പോ പിന്നെ എന്തെങ്കിലും സംഘടനയാണ് ഇതൊക്കെ സംഘമാണ് ഇതൊക്കെ പഠിപ്പിച്ചത്. അപ്പോ പിന്നെ എന്തെങ്കിലും അവരുടെ മാത്സ് ടീച്ചർ എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ വളരെ ഇംപ്രസീവ് ആവും. അപ്പൊ ആ ഇംപ്രസീവ് ആയ അവരുടെ ആ ഒരു ഇതിലാണ്, ആ ഒരു മനസ്സിലാണ് നമ്മൾ ആ ഒരു ക്ലാസ് കുട്ടികളെ കണക്ക് പഠിപ്പിക്കാൻ നിയോഗിക്കും. എന്താണ് എളുപ്പവഴിക്ക് പഠിപ്പിക്കുന്ന കണക്ക്? ഒരു കണക്ക് പറയാമോ? അങ്ങനെ പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഓൾജിബ്ര കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. ഓൾജിബ്ര, പോളിനോമിയൽ എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. അപ്പൊ നമ്മളതിനെ ചെറുങ്ങനെ എന്താണ് ഈ ഓൾജിബ്രന്റെ ബേസ് എന്ന് പഠിപ്പിക്കും. അപ്പൊ ആ ബേസ് നമ്മളിപ്പോ 104നെ 106 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 104ന്റെ 4, 106ന്റെ 6 ആദ്യം ഗുണിക്കൂ. 4നെ 6 കൊണ്ട് ഗുണിച്ചാൽ 24. ഇനി 104 എടുക്കൂ. 104 എടുത്തിട്ട് 106ന്റെ 6 കൂട്ടും. അപ്പൊ 110. അപ്പൊ 110 24. അപ്പൊ 11,024 104നെ 106 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം. ഇത് കുട്ടികളെ പഠിപ്പിക്കും. എന്നിട്ട് ഓൾജിബ്രയിലേക്ക് കടക്കും. അതായത് x+6നെ x+4 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ 6നെ 4 കൊണ്ട് ഗുണിച്ചാൽ 24. ഇനി 6ഉം 4ഉം കൂട്ടിയാൽ 10. 10ന്റെ കൂടെ x ചേർക്കൂ. ഇനി x². അപ്പൊ x² പ്ലസ് 10x പ്ലസ് 24. അപ്പൊ ഇത് കുറെ കൂടി എളുപ്പത്തിൽ കുട്ടികൾക്ക് ഭയങ്കര കാച്ചീവ് ആയിരിക്കും. ഇത് ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും എന്തായാലും എളുപ്പ വഴിയാണ്. അതെ, വളരെ എളുപ്പ വഴിയാണ്. അപ്പൊ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇംപ്രസീവ് ആവും. ആ ക്ലാസ് ഒക്കെ വളരെ ഭയങ്കര ഇംപ്രസീവ് ആവും. ഈ മാർഗത്തിൽ കൂടി പോയാൽ കുട്ടികൾക്ക് കണക്ക് രസകരമായി മാറും. അവരെ ആ ചാലിലൂടെ ഈ ഹിന്ദുത്വം എന്ന ഒരു അജണ്ടയിലേക്ക് നമ്മൾ ഏതെങ്കിലും വഴിയിലെത്തിക്കും. ക്രിസ്ത്യൻ സ്കൂളിലും മുസ്ലിം സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഇത് വേദഗണിതമാണ് എന്നൊന്നും പറയില്ല. ഇല്ല, പറയില്ല. അത് നമ്മൾ ചിലപ്പോൾ സ്പീഡ് മാത്സ് എന്ന് പറയൂ, അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തഡോളജി ആണെന്ന് പറയും. നമ്മളൊരു അങ്ങനെ കുട്ടികളെ കിട്ടും, അവരെ ഇത് പഠിപ്പിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? സംഘം എന്ത് പറയുന്നു? പിന്നീട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? പല വഴികളിലൂടെയാണ് നമ്മൾ ചാല് കയറുക. ഒന്ന്, പിന്നെ ഫോൺ നമ്പർ കൊടുക്കും. ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ പേരൻസ് വിളിക്കും. സുധീഷിന്റെ അതെ, എന്റെ ഫോൺ നമ്പർ കൊടുക്കും. പേരൻസിനെ ക്യാച്ച് ചെയ്യും. എന്നിട്ട് പേരൻസ് വിളിക്കുമ്പോൾ അവരെ ഒന്നുകിൽ ചിലപ്പോൾ വിദ്യാഗോപാൽ അർച്ചനയുടെ പേരിലായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ ലക്ഷ്മി പൂജയുടെ പേരിലായിരിക്കും എവിടെയെങ്കിലും ഒരു വെന്യൂ, അവിടെ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ട് വിളിക്കുക. അങ്ങനെ ആ പരിപാടിയിലേക്ക് കൊണ്ടുപോകും. ശരിക്കും അവിടെ നടത്തുന്നത് ശാഖയാണ്, ശാഖാപ്രവർത്തനമാണ്. ഈ വിദ്യാഗോപാൽ അർച്ചന, ലക്ഷ്മി പൂജ ഒന്നല്ല അവിടെ. ശാഖ എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു ധാരണ ഒരു കാവിക്കൊടി വെച്ച് അതിന്റെ ചുറ്റും നിന്ന് RSSന്റെ പ്രാർത്ഥനയൊക്കെ പാടി ചെയ്യുന്ന ഒരു കായിക പരിശീലനം എന്നാണ്. ഇതൊന്നും അതല്ല. ഈ ശാഖാപ്രവർത്തനം, RSSന്റെ ശാഖാപ്രവർത്തനം ഈ പറഞ്ഞതാണെങ്കിലും RSS ഉദ്ദേശിക്കുന്ന ശാഖാപ്രവർത്തനം ഇതൊക്കെയാണ്. ഒരു ക്ഷേത്രത്തിൽ ഒരു ആധ്യാത്മിക പ്രഭാഷണം, ഒരു RSSന്റെ ഒരു RSSന്റെ ഒരു സ്വയം സേവകൻ ഒരു ആധ്യാത്മിക പ്രഭാഷണം അവിടെ നടത്തുന്നത് അത് ശാഖയാണ്. അത് ശാഖാപ്രവർത്തനമാണ്. അവിടെ അതിനെ ശാഖ തന്നെയാണ്. അത് ശാഖാപ്രവർത്തനം നടന്നത് പ്രച്ഛന്ന ശാഖയാണ്. അപ്പോ ഇവര് ലക്ഷ്മി പൂജ നടത്തുന്നു, അതൊരു പ്രച്ഛന്ന ശാഖയാണ്. ഈ പറയുന്ന വേദഗണിതത്തിന്റെ ക്ലാസ്സുകൾ സ്കൂളിൽ നടത്തുന്നു, അതൊരു പ്രച്ഛന്ന ശാഖയാണ്. ഇതാർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇവരെ പ്രവർത്തനം. അങ്ങനെ ഈ ലക്ഷ്മി പൂജ പോലുള്ള പരിപാടികൾ പറയുമ്പോൾ അത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളാണ്. അതിലേക്ക് പറയുമ്പോൾ ഹിന്ദു കുട്ടികളെ മാത്രമല്ലേ സുധീഷിനെ വിളിച്ച് വരുത്താൻ കഴിയുള്ളൂ അതിലേക്ക്?
അപ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മുസ്ലിം സ്കൂളിലും ക്രിസ്ത്യൻ സ്കൂളിലും ഒക്കെ അതെ, അവരുടെ മെന്റാലിറ്റിയിൽ കുട്ടികളെ പഠിപ്പിച്ച് അവസാനം അവര് ഈ ഹിന്ദു കുട്ടികൾ തന്നെ മാറിയിട്ട് കുരിശ് വരക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ് RSSന്റെ അഭിപ്രായം. അങ്ങനെയാണ് RSS ചിന്തിക്കുന്നത്. ഒരു മുസ്ലിം സ്കൂളിൽ ചേരുമ്പോഴും ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ കുട്ടികളെ ചേർക്കുമ്പോഴും അവിടെ ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയെ അവസാനം അവർ കുരിശ് വരച്ചിട്ടാണ് അവർ വിടുന്നത്. അവർ എന്നാണ് പഠിപ്പിക്കുന്നത്. ബൗദ്ധിക് പ്രചാരക് എന്നാണ് പറയുന്നത് അല്ലെ? അതെ അതെ, ഭൗതികമായ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങളാണ്. അതെ അതെ അതെ. അതില് വേദഗണിതമായിരുന്നു താങ്കളുടെ ശാഖ. അതെ, വേദഗണിതമായിരുന്നു. ഈ രീതിയിലൂടെ എത്ര കാലം പ്രവർത്തിച്ചു? ഏതാണ്ട് ഒരു 5 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിച്ചു. എത്ര പേരെ സംഘവുമായി ഇത്തരത്തിൽ അടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവും? വല്ല കണക്കുണ്ടോ? അതോ കണക്കെടുക്കുന്ന രീതിയുണ്ടോ? കണക്കെടുക്കുന്ന രീതിയൊന്നുമില്ല, പക്ഷെ ഒരുപാട് ഈ ഒരു സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ കൊണ്ടുവരാൻ. ഈ RSS എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ട്രെയിനിങ്ങുകളിലെല്ലാം അവർ പഠിപ്പിക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കടന്നു വന്നവരാണെന്നും അവരെ ശരിക്കും അവർ ഈ ഹിന്ദു എന്ന വിരാട രൂപത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ നശിപ്പിക്കാനാണ് അവരുടെ ശ്രമമെന്നും ഈ മതപരിവർത്തനങ്ങളിലൂടെയൊക്കെ ചില റയറായ ചില മതപരിവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആകെ നമ്മളെ അങ്ങ് ഭയപ്പെടുത്തും ഈ ക്യാമ്പുകളിൽ. അപ്പൊ നമ്മൾ ആ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ക്രൈസ്തവരും മുസ്ലിങ്ങളും എന്ന് പറയുന്നത് ശത്രുക്കൾ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റും ശത്രുവാണ്. കമ്മ്യൂണിസ്റ്റ് നമ്മൾ കയറുമ്പോഴേ ശത്രുവാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവരുടെ പ്രചാരണ വേദികളിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിങ്ങളെ ഒന്നാമത്തെ ശത്രുവായിട്ട് കാണുന്നു, ക്രിസ്ത്യാനികളെ കാണുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു പഠിപ്പിക്കൽ തന്നെ സംഘത്തിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് താങ്കൾ സ്ഥിരീകരിക്കുകയാണ്. ക്യാമ്പുകളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. കൃത്യമായി നടക്കുന്നുണ്ട്. മതം പറഞ്ഞു തന്നെയും മതം പറഞ്ഞിട്ട് അതുപോലെ രാഷ്ട്രീയ വിശ്വാസം പറഞ്ഞും ഈ കൂട്ടരെ ഈ മുസ്ലിങ്ങള് ക്രിസ്ത്യാനികള് അത് കമ്മ്യൂണിസ്റ്റുകാർ, അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളാണ് കൂടുതൽ. കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ശത്രുക്കളാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ കാര്യങ്ങൾ, ഈ എങ്ങനെയാണ് അവർ പിടിച്ചെടുക്കുന്നത്. ഇപ്പൊ മലപ്പുറം മുസ്ലിം ജില്ലയായി പ്രഖ്യാപിക്കണം, അപ്പൊ അത് അവർ മുസ്ലിം രാജ്യമാക്കും. ജമ്മു കാശ്മീർ അവരിതാ പിടിച്ചെടുക്കാൻ പോകുന്നു. പാകിസ്ഥാൻ അവർ കൊണ്ടുപോയി. നാഗാലാൻഡിൽ ഇതാ ക്രിസ്ത്യാനികൾ അവരുടെ വിപ്ലവം ഉണ്ടാക്കി, അവരത് നാഗാലാൻഡ് കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പൊ അമ്മയെ വെട്ടിമുറിക്കാൻ പോവുകയാണ്. അപ്പൊ അമ്മ മുറിഞ്ഞു പോയി. അമ്മയാണല്ലോ ഇന്ത്യ. ഈ അമ്മ മുറിയാൻ പോവുകയാണ്. അപ്പൊ അത് പാടില്ല. അമ്മ പെറ്റമ്മയെ അങ്ങനെ മുറിക്കാൻ പാടില്ല. അപ്പൊ ഇവര് ശത്രുക്കളാണ് എന്ന ധാരണയിൽ ഇവര് പ്രവർത്തിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. അപ്പൊ ഇവര് ശത്രുക്കളാണ്. അപ്പൊ ഇവരുടെ മുഖം പലതാണ്, ഇവരുടെ ലക്ഷ്യവും മുഖവും ഒക്കെ പലതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ 5000-ഓളം ശാഖകൾ ഉണ്ട് എന്നാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ആ ശാഖകൾക്ക് പുറമെയാണോ താങ്കൾ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രച്ഛന്ന ശാഖകൾ പ്രവർത്തിക്കുന്നത്? സാധാരണ ശാഖകൾ ഞാൻ പറഞ്ഞതുപോലെ കാവിക്കൊടി വെച്ച് പ്രാർത്ഥന നടത്തി കായിക പരിശീലനം നടത്തുന്ന അമ്പലപ്പറമ്പിൽ നമ്മൾ കാണുന്ന ശാഖകൾക്ക് പുറമെ ഒരുപാട് ശാഖകൾ ഇത്തരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കണക്കുണ്ടോ? ഇതിനൊന്നും കണക്കുകളില്ല. ഇതിപ്പം വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ പേരിൽ കുറെ പ്രചാരകന്മാര് വിദ്യാലയങ്ങളിൽ പോയി സംസ്കൃതം അഭ്യസിപ്പിച്ച് പഠിപ്പിക്കുന്നു. അതും ഇതുപോലൊരു അതെ അതെ അതെ. അപ്പൊ ഇത് ശരിക്കും ഒരു ഓപ്പൺ ആയിട്ട് പറയാൻ നിന്നാൽ രാമന്റെ മുഖം, ഇവരെല്ലാവരും നല്ല കുറിയൊക്കെ തൊട്ട് നല്ല നല്ല വൃത്തി. അപ്പൊ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇവര് രാമനാണെന്ന് വിചാരിക്കും. പക്ഷെ ഇവരെ മനസ്സ് രാവണന്റെ മനസ്സാണ്, പ്രവൃത്തിയാണ് മാരീചനാണ്. അപ്പൊ മാരീചൻ പല വഴികളിലൂടെയും പല വേഷത്തിലാണ് പോവുക. അപ്പൊ ഒരാൾ സംസ്കൃത പ്രചരണത്തിന് പോകും, ഒരാൾ യോഗ പ്രചരണത്തിന് പോകും. യോഗ പ്രചരണത്തിന്റെ വേദിയിലും ഇത്തരത്തിലുള്ള ശ്രമമുണ്ട്. യോഗയുണ്ട്, ആയുർവേദത്തിലുണ്ട്. ആയുർവേദത്തിൽ ഈ ശ്രമമുണ്ട്. പൂജകളിലുണ്ട്. താന്ത്രിക വിദ്യയിലും പൂജകളിലും ഇതുണ്ട്. ജ്യോതിഷത്തിലുണ്ട്. സംഘബന്ധം വിട്ടു പുറത്തു വന്നതിന് ശേഷം സംഘത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് താങ്കളുടെ നാട്ടിൽ നടത്തിയ ഒരു പ്രസംഗം ഇതിനകം തന്നെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. അതെ അതെ അതെ. ആ പ്രസംഗത്തെ കുറിച്ച് എന്ത് പറയുന്നു? ഞാനത് കുറെ മറുപടികളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ട ഉത്തരേന്ത്യകളിലൊക്കെ ഞാൻ കണ്ട കാഴ്ചകൾ, ഇപ്പോൾ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കണ്ട കാഴ്ചകൾ നമ്മൾ കണ്ണ് തുറക്കാൻ പോലും, യഥാർത്ഥ ഒരു മനുഷ്യന് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത കാഴ്ചകൾ കാണുന്നുണ്ട് അവിടെ. ഇന്ന് നമ്മുടെ കേട്ടുകേൾവിയില്ലാതെ 16-ാം നൂറ്റാണ്ടിൽ ചങ്ങമ്പുഴയുടെ വാഴക്കുലയും അതുപോലെ തന്നെ കുമാരനാശാന്റെ ദുരവസ്ഥയൊക്കെ എഴുതിയ കാലം ഇന്ന് ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്ന സവർണ മേധാവിത്വം, ജാതീയത, ഉച്ചനീചത്വം, ഇതിലൊക്കെ RSS എടുക്കുന്ന പൊസിഷൻ എന്താണ്? RSS അതിനെ എതിർക്കുന്നില്ല. RSS ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്.
അവിടെ RSSന് അവിടെ നേതൃത്വം കാണാം. RSS എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാനൊക്കെ ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ പൂണൂലിട്ടിട്ട് പോകുക. പൂണൂല് ധരിച്ചിട്ടാണ് ഉത്തരേന്ത്യയിൽ ഞാൻ പോകാറ്. എല്ലാണ്ട് ഞാൻ പോകാറില്ല. സംഘപരിവാർ ഉള്ളപ്പോ തന്നെ പൂണൂല് ധരിച്ചിട്ടാണ് ഞാൻ പോകാറ്. പൂണൂൽ ധരിക്കുന്ന ജാതിയിലാണോ ജനിച്ചിരിക്കുന്നത്? ഏയ് അല്ല, ഞാൻ പൂണൂൽ ധരിക്കുന്നത് ഞാനൊരു സാധാരണ ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പൂണൂൽ ധരിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറ്. സംഘത്തെക്കുറിച്ച് പറയുന്നത്, പ്രത്യേകിച്ചും കണ്ണൂർ മേഖലയിലൊക്കെയുള്ള സംഘത്തെക്കുറിച്ച് പറയുന്നത്, സംഘർഷം ഉണ്ടാക്കുക അവരുടെ ഒരു രീതിയാണോ? സംഘർഷം ഭക്ഷിച്ച് ആണ് സംഘം വളരേണ്ടത് എന്ന് സംഘം കരുതുന്നുണ്ടോ? സംഘർഷഭൂമിയാക്കുക കണ്ണൂർ എന്നുള്ളത് RSSന്റെ ഏറ്റവും വലിയ അജണ്ട തന്നെയാണത്. പാറപ്പുറത്തൊരു ശാഖ എന്നാണ് നമ്മളോടൊക്കെ പണ്ട് പറയാറ്. പാറപ്പുറം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ച സ്ഥലമാണ്. അപ്പോൾ പാറപ്പുറത്ത് ഒരു ശാഖ, അതാണ് RSSന്റെ ലക്ഷ്യമെന്ന് പലപ്പോഴും നമ്മുടെ ശാഖകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ പാറപ്പുറത്ത് ശാഖയില്ലല്ലോ, അപ്പോൾ പാറപ്പുറത്തൊരു ശാഖ ഉണ്ടാക്കുക, അതാണ് RSSന്റെ ഒരു ലക്ഷ്യം, കണ്ണൂർ ജില്ലയിലെ ലക്ഷ്യം. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അല്ല, പാറപ്പുറത്തൊരു ശാഖ ഉണ്ടാക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സംഘടന ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അത് സംഘർഷത്തിലൂടെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. സംഘർഷം ഉണ്ടാക്കുക. ഇപ്പം വെണ്ടുട്ടായിയൊക്കെ അവർ ശരിക്കും രാഷ്ട്രീയ ഭീകരതയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഈ പിണറായിയുടെ ആ അടുത്ത ഭാഗങ്ങളിലൊക്കെ അവർ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് ഭീതിപ്പെടുത്തുകയും, ഇപ്പോൾ ബോംബേർ കൊണ്ടൊരു അമ്മയൊക്കെ അവിടെ മരിക്കുകയൊക്കെ ചെയ്തല്ലോ. ഒരു അമ്മേനെ അവർ കൊന്നല്ലോ ബോംബെറിഞ്ഞിട്ട്. പക്ഷെ അവർ ക്യാൻസർ ബാധിത എന്നൊക്കെ പറഞ്ഞിട്ട് കുപ്രചരണങ്ങൾ അടിക്കുന്നുണ്ട് എങ്കിലും അവർ മരിച്ചത് ബോംബേർ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഭീതിയിലൂടെ ഒരു രാഷ്ട്രീയത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഭീകരവാദമല്ലേ? അതിനെ ഭീകരവാദം എന്നല്ലേ വിളിക്കേണ്ടത്? ഇപ്പോ ഇത്തരത്തിൽ ആ അമ്മയുടെ ഉദാഹരണം, അതുപോലെ തന്നെ നമ്മുടെ അസ്ന കാലുപോയ ആ കുട്ടിയുടെ ഉദാഹരണം ഒക്കെ RSSനെതിരെ ചൂണ്ടിക്കാണിക്കാറുണ്ടെങ്കിലും പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നു, മറ്റുള്ളവരുടെ കൊടികുത്താൻ അനുവദിക്കാതിരിക്കുന്നു, ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുന്നു എന്നൊക്കെ ആരോപിക്കപ്പെടുന്നത് CPI-Mനെതിരെയാണ്. മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കണ്ണൂരുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് സംഘപരിവാറിനെ പ്രതിഷ്ഠിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ അതിൽ പകുതി ഉത്തരവാദിത്വം CPI-Mന് തന്നെ ഉണ്ട് എന്നാണ് താങ്കളുടെ വിശ്വാസം? CPI-M പലപ്പോഴും അവർക്ക് ചെയ്യേണ്ടി വരേണ്ട അത് പ്രതിരോധം എന്ന ഒരു അവസ്ഥയിലേക്കാണ് CPI-M എത്തുന്നത്. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ സംഘർഷം നോക്കുമ്പോൾ പ്രതിരോധം മാത്രമാണ്. ഇപ്പൊ ആയിത്തറ എൻ്റെ നാട്ടില്, ഈ ആയിത്തറയിൽ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് CPM പ്രവർത്തകരെയാണ് കൊന്നിട്ടുള്ളത്. ഒരാൾ മരിച്ചു എന്ന് പറയപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ബോംബ് പൊട്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ കയ്യിലെ ബോംബ് പൊട്ടിയിട്ടാണ് മരിച്ചത്, RSSകാരൻ മരിച്ചത്. അപ്പൊ കൊല്ലുന്നത് വിജേഷിനെയും ശ്രീജിത്തിനെയും കൊന്നതാണ്. അപ്പൊ നല്ലൊരു പ്രവർത്തകരായിരുന്നു അവര്. വിജേഷ് മാലയിട്ട സ്വാമിയായ ആളെയാണ് ഇവർ ബോംബെറിഞ്ഞ് കൊല്ലുന്നത്, വെട്ടിയും കുത്തിയും കൊല്ലുന്നത്. അതുപോലെ ശ്രീജിത്തിനെയും കൊന്നു. ഈ കൊലപാതകം എൻ്റെ നാട്ടിൽ, ഒരു ചെറിയ ഗ്രാമമാണ് എൻ്റെ നാടെന്ന് പറയുന്നത്. എൻ്റെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആ സ്ത്രീകളാലും മദ്യത്തിലാലും നമ്മുടെ ആ യുവതലമുറയെ മുഴുവനും നാശത്തിന്റെ വക്കിലേക്ക് ആ സംഘം എത്തിച്ചു എന്നുള്ളതാണ്. കരുതിയിരുന്നത് സംഘം ആളുകളുടെ തലയിലേക്ക് ഹിന്ദുത്വ വികാരം കുത്തിവെക്കുന്നു. അതെ, എന്നിട്ട് അവരെ സ്വന്തം പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞ. സ്ത്രീകളാലും മദ്യത്താലും, സ്ത്രീയും മദ്യവും കൊടുത്തും കൂടി ആളുകളെ വശീകരിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന രീതി സംഘപരിവാർ കണ്ണൂർ ജില്ലയിലെങ്കിലും പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പല ഗ്രാമങ്ങളിലും ഇവരുടെ ഏറ്റവും വലിയൊരു അജണ്ടയായി ഇത് മാറിയിട്ടുണ്ട്. സ്ത്രീകളെയും മദ്യത്തെയും ഉപയോഗിക്കുക, യുവാക്കളിൽ ഹരം പകരുക, എന്നിട്ട് ആ യുവാക്കളെ ആയുധ പരിശീലനം. അത് ഈ ബോംബൊക്കെ നിർമ്മിക്കണേ വളരെ എന്താ പറയേണ്ട ഒരു വല്ലാത്തൊരു ഇതാണ് ബോംബ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ബോംബ് ആ രീതിയിലേക്ക് ആളുകൾ എത്തുന്നത് ഈ പറയുന്ന ഈ ഡെഡിക്കേഷൻ കൊണ്ട് മാത്രമല്ല. സ്ത്രീകൾ മദ്യം തുടങ്ങിയതുണ്ട്, 100% ഉണ്ട്. എന്റെ നാട്ടിൽ അത് നടക്കുന്നുണ്ട്. എന്റെ നാട്ടിൽ അത് നടക്കുന്നുണ്ട്. ഞാനത് ലേഖനത്തിൽ പോലും എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനിൽ 28-ാം തീയതി ലേഖനത്തിൽ, സ്വയംസേവകന്റെ കുംഭസാരം എന്ന് പറയുന്ന ആ ലേഖനത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട്, ഞാനത് ജരാചരനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഞാനത് എഴുതിയിട്ടുണ്ട്. കാര്യം ഇത് അനുഭവമാണ്. നാട്ടിലെ സഖാക്കൾക്കോ അല്ലെങ്കിൽ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് പോലും അത് നിഷേധിക്കാൻ പറ്റൂല. ഇങ്ങനെയുള്ള ഒരു സംഘത്തിനെതിരെ അതിന്റെ ദീർഘകാലം 5 വയസ്സ് മുതലുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തിറങ്ങി ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ താങ്കൾക്ക് പേടിയില്ലേ? ഭീഷണിയുണ്ട്. കൊല്ലുമെന്ന ഭയം എന്തായാലും ഉണ്ടല്ലോ. കൊല്ലുമെന്ന ഭയമുണ്ട്, ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്.
പക്ഷേ ഒരു സാമൂഹികമായ ഒരു ചുറ്റുപാടിൽ മറ്റ് മതങ്ങളെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയോ കൊല്ലേണ്ടതാണ്, കൊല്ലപ്പെടേണ്ടതാണ് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. 25 വർഷം ഞാൻ ചെയ്തത് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സുധീഷ്, താങ്കളെക്കാൾ മുമ്പ് വാസുമാഷൊക്കെ OK വാസുവൊക്കെ ഇങ്ങോട്ട് മാറി, അതെ, RSS നിന്നും BJP നിന്നും ഒക്കെ മാറി CPIM-ലേക്ക് വന്നു. അതെ, കണ്ണൂർ ജില്ലയിലെ ഒരു അവസ്ഥയുടെ തെളിവായിട്ട് ചിലർ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ചില നിരീക്ഷകരൊക്കെ. അതെ, അതെ, RSS വിട്ടാൽ CPIM-ൽ വന്നിരിക്കണം, അത് അവരുടെ ജീവരക്ഷയുടെ കൂടി ഒരു ആവശ്യമാണ് എന്ന്. അതെ, അതെ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രചോദനം RSS വിട്ടുകഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ മറ്റൊരു മാർഗമില്ല ജീവിക്കാൻ, ജീവൻ നിലനിർത്താൻ, കൊല്ലപ്പെടാതിരിക്കാൻ എന്നൊരവസ്ഥ കണ്ണൂരിലുണ്ടോ? താങ്കളെ അത് ആ അവസ്ഥ നിർബന്ധിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് ആവാൻ? കമ്മ്യൂണിസ്റ്റ് ആകണമെന്ന് ഞാൻ കുറച്ചു കാലം മുമ്പേ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചൊരു കാര്യം, രണ്ടാമതൊരു ഓപ്ഷൻ എൻ്റെ അടുത്ത് ഉള്ളത് കോൺഗ്രസ് ആണ്. അതിലും നല്ലത് മരിക്കുന്നതാണ് നല്ലത് എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം അതൊരു നാണം കെട്ട ഒരു സംഘടനയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് കുറച്ചുകൂടി ഡെപ്തായി അങ്ങനെ തൊട്ട് ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ അതൊരു നാണം കെട്ട സംഘടനയാണ്. അതിലേക്ക് പോകുന്നതിനേക്കാളും നല്ല ഒരു ശക്തമായ ഒരു സംഘടന, ഒരു വിപ്ലവാധിഷ്ഠിതമായ ഒരു സംഘടന, സമൂഹത്തിന്റെ താഴേക്കടയിലൂടെ ഒരു സാധാരണക്കാരനിലൂടെ അതിനെ വളർത്തി ഒരു വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്ന വലിയൊരു ആശയവും അതൊക്കെ ഉള്ള ഒരു സംഘടനയിലേക്ക് തന്നെ പോകണമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഒരു സെക്യൂരിറ്റിയും വേണം. CPM തന്നെയാണ് ഇപ്പോൾ അവിടെ കണ്ണൂർ ജില്ലയിൽ ഈ RSSന്റെ എന്താ പറയണ്ടത്, എതിരായി എന്നല്ല, അവരെ ചെറുക്കുന്നത് ശരിക്കും അവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞ് രക്ഷിക്കുന്നത് CPM-ന്റെ പ്രവർത്തനം തന്നെയാണ്. താങ്കൾക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞു, അത് സ്വാഭാവികമാണ്. ആ ഭീഷണി നേരിട്ടുകൊണ്ട് താങ്കൾ ജീവിച്ച ആ സ്ഥലത്ത് തന്നെ താങ്കൾ CPM-ന് വേണ്ടി പ്രവർത്തനം തുടരും എന്നാണോ താങ്കളുടെ ഇപ്പോഴത്തെ തീരുമാനം? ഇപ്പോഴുള്ള കുറച്ച് അവസ്ഥയിൽ നാട്ടിൽ പോയി പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഭീഷണി കൊണ്ട്. അതെ, അതെ. അപ്പോൾ അവിടെ ശരിക്കും കലിയിളകിയ കോമരം പോലെ അവിടെ കുറച്ച് ആളുകൾ എൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ നാട്ടിൽ എന്തായാലും കുറച്ചു കാലം പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. താങ്കൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞിട്ട് താങ്കളുടെ അമ്മയാണ് 5 വയസ്സിൽ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പേ കൊണ്ടുപോയി ശാഖയിലെ ധ്വജത്തിന്റെ മുമ്പിൽ താങ്കളെ സമർപ്പിച്ചത്